Yes. Come in. ആരാ? എന്താ? ഏതാധാരണവ് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. ആ, നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹൈ? എന്തോ? ആധാരം എവിടെയെന്ന്? വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല എന്നുറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ. പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അറിയില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ ഇനി? ഇവന്റെ ഈ പൈസ വേണോ അതെനിക്ക്? കിട്ടിയാൽ ഉപകാരമായിരുന്നു. അയ്യോ വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. നിന്റെ ഒരു വരം കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് വീട്ടിൽ കൊടുത്തിട്ട് വാ. പിന്നെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് എന്നെ വിളിക്കരുത്. എന്തേ? ഒരു പുതിയ തമിഴ് പടം റിലീസായിട്ടുണ്ട്, പോയി കാണണം. ബൈ. ഏഞ്ചൽ ആരുടെ സിനിമയാ? கூட்டி கழிச்சு பாரு, கணக்கு கரெக்டா இருக்கும். என்ன உடம்பு உதறது இல்ல? இது எப்படி இருக்கு? ഏയ് മറഡോണ. ചന്ദ്രേട്ടാ, നിന്റെ മൊബൈലിൽ എന്ത് പറ്റി? വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞ നീ ഗോവയിൽ. ആ ബാഗ് കിട്ടാത്തതുകൊണ്ട് പോലീസിന് എനിക്കെതിരെ കേസെടുക്കാനായില്ല. പക്ഷെ നല്ല തല്ല് കിട്ടി. ഇതെന്താ? ഞാൻ ആധാരമൊക്കെ തിരിച്ചെടുത്തു. ഒരു ഫ്രണ്ട് സഹായിച്ചതാ. നീ ആ കമ്പ്യൂട്ടർ ലോൺ കൂടെ എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ ആകെ കുഴയും. എന്റെ സ്ഥിതി ഇപ്പൊ വളരെ മോശം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ 10,000 ഉണ്ട്. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ തന്നേനെ. താങ്ക് യുടാ സാറേ, ഒന്ന് വേഗാവട്ടെ. വരുന്നു. വരട്ടെ മറഡോണ. ഭ്രാന്താണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ജീവൻ പോലും അപകടത്തിലാകുന്ന കളികൾക്ക് ഇറങ്ങിയത് ലിംക റെക്കാർഡി പേര് നേടി ഷൈൻ ചെയ്യാനായിരുന്നില്ല. മറിച്ച് നിസാര വഴക്കിന്റെ പേരിൽ എന്നെ വിട്ടുപോയ എൻ്റെ ഭാര്യ സീനത്ത് ഞാൻ പ്രശസ്തനാകുന്നത് കണ്ട് നഷ്ടബോധം തോന്നി തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണ്. ഇന്നലെ തന്നെ എൻ്റെ സീനത്ത് എന്നെ വിളിച്ചു. ഇപ്പൊ 2 അവാർഡ് കിട്ടി മുസയ്ക്ക്. ഒന്ന് ലിംക, പിന്നെ എൻ്റെ സീനത്ത്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ എന്നെ സ്നേഹിച്ച ഇവനുണ്ടല്ലോ, ഈ മറഡോണ,
എന്റെ കുഞ്ഞനുജനാണിവൻ. ഈ മൂസാക്കയുടെ കുഞ്ഞനുജൻ. മറക്കൂല, ഒരു കാലത്ത് മൂസ മറക്കൂല. എന്റെ ഡാഡി പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. അടുത്ത കാലത്തായി ഞാനൊരു ചന്ദനമരം ചാരി. ആ ചന്ദനത്തിന്റെ സുഗന്ധം എന്നിൽ നിറയുകയും ചെയ്തു. അതെ, ചന്ദനം എന്നിൽ പെയ്യുകയാണ്. Congratulations, Madonna. God bless you. Thank you. Come on. മോനെ, ഏതൊരപ്പനും ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. ഞാനും വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. മമ്മിക്ക് ഒരുപാട് സന്തോഷായി. പപ്പ നിനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബൈക്ക് അതാ വരുന്നു. മർഡോണ, ജോസഫ് അങ്കിളിന്റെ ആന്റിയും ഇത്രയും സന്തോഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. താങ്ക്സ് ഫോർ എവറിത്തിങ്. എന്താ? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. നിന്റെ ആയുസ് തീരാൻ ഇനി 2 മണിക്കൂറേ ഉള്ളൂ. നിനക്ക് ഒരു വരം കൂടി ബാക്കിയുണ്ട്. ഏഞ്ചൽ, സോഫിക്ക് അവളുടെ മുടന്ത് മാറ്റി കൊടുക്കാമോ? എന്റെ അവസാന വരമായിട്ട്. മറ്റൊന്നുമല്ല, ഞൊണ്ടിന്നും മുടന്തിന്നും വിളിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായശ്ചിത്തമായി. പറ്റില്ല മർഡോണ, നിന്റെ ഒരു വരം മറ്റൊരാൾക്ക് വേണ്ടി നീ ഉപയോഗിച്ചു കഴിഞ്ഞു. ഖാദർ മൂസയ്ക്ക് വേണ്ടി. ഏഞ്ചൽ, ഇനി എനിക്ക് ആയുസ് നീട്ടിക്കിട്ടില്ലല്ലോ അല്ലേ? ആയുസ് എന്റെ കയ്യിലല്ല മർഡോണ. എന്റെ സ്ഥാനത്ത് ഏഞ്ചൽ ആണെങ്കിൽ അവസാന വരം എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഗുഡ് ക്വസ്റ്റ്യൻ. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ വരം എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നല്ലേ? ജീവിതത്തിലെ ഈ അവസാന സമയം ദൈവത്തിന്റെ ആൾക്കാർക്കൊപ്പം ചിലവിടാൻ തീരുമാനിക്കും. ദൈവത്തിന്റെ ആൾക്കാരോ? അവർ എല്ലായിടത്തുമുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. എങ്കിൽ എന്റെ അവസാന വരം അതാവട്ടെ. ആ ഡോക്ടർ പോകുന്നത് നിന്റെ പേരൻസിന്റെ അടുത്തേക്കാണ്. ഡോക്ടർ, ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സ്ഥിതി അല്പം വഷളാണ്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ മോൻ.
എന്തിനാ ഏഞ്ചൽ എല്ലാരും എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നത്? ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളെക്കാൾ ചോദ്യങ്ങളില്ലാത്ത ഉത്തരങ്ങളാണ് മറഡോണ ജീവിതത്തിലധികവും. സ്വന്തം വിധി തീരുമാനിക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ടും നിനക്കത് ഉപകാരപ്പെട്ടില്ല. അതേപോലെ എല്ലാവരും സ്വന്തം വിധി തീരുമാനിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമി നശിച്ചു പോകും. നിന്റെ അവസാന നിമിഷങ്ങളടുത്തു. നീ മരിക്കുകയാണ്. എനിക്കെന്താ സംഭവിച്ചത്? നീ എപ്പോഴും പറയാറില്ലേ ഒരുപാട് കരഞ്ഞിട്ടും ദൈവം കണ്ടില്ല എന്ന്. ഇന്ന് ആ തെരുവ് മക്കളെ കണ്ട് സങ്കടപ്പെട്ട് നീ കരഞ്ഞപ്പോൾ, അവർക്കായി നിന്റെ രക്തത്തുള്ളികൾ ഭൂമിയിൽ വീണ നിമിഷം ദൈവം നിന്റെ മേൽ കരുണ ചൊരിഞ്ഞു. സ്വന്തം ദുഃഖത്തിൽ എല്ലാവരും കരയും, അത് സ്വാഭാവികം. പക്ഷെ അന്യരുടെ ദുഃഖത്തിൽ സങ്കടപ്പെടുന്നവന്റെ വിഷമം ദൈവം കാണുക തന്നെ ചെയ്യും. അപ്പോ ഏഞ്ചലിനെ അവിടേക്ക് അയച്ചത് രക്ഷിക്കാനായിരുന്നു? ദൈവത്തിന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുക എന്നത് മാത്രമായിരുന്നു നിന്റെ രക്ഷയ്ക്കുള്ള അവസാനത്തെ വഴി. ആ വഴികളിലൂടെ നിന്നെ ഞാൻ കടത്തിവിട്ടു എന്ന് മാത്രം. ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചപ്പോൾ ആകാശത്തിലുള്ളവൻ നിന്നോടും കരുണ കാണിച്ചു. നമുക്ക് പിരിയാൻ സമയമായി. ഇനി നമ്മൾ കാണില്ലേ? നിന്നെ പോലെ ഉള്ളിലെ നന്മ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരുപാട് പേരുണ്ട്. നോ ഏഞ്ചൽ, എന്നെ വിട്ട് പോവരുത് പ്ലീസ്. നിന്റെ ഈ സ്നേഹം നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് നീ പങ്കിട്ട് നൽകണം.
ഹായ് ഡാഡ്. ബൈ മോം. മർഡോണ, ദാ പപ്പയുടെ സിനിമയുടെ പൂജാ കാർഡാ. നിനക്ക് ആദ്യത്തെ കാർഡ്. ഇത് നിന്റെ അല്ല നമ്മുടെ സുഹൃത്തിനുള്ളതാ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ ഇവിടെ ഇല്ല, വരുമ്പോ ഞാൻ കൊടുത്തോളാം. ആന്റിക്കും അങ്കിളിനോട് കൊടുക്കട്ടെ. പോയി, എല്ലാം പോയി. എന്റെ കമ്പനിയിലെ പൈസ മുക്കി, എന്റെ ഭാര്യനെ പൊക്കി, ആ തെണ്ടിക്കണ്ണ മുങ്ങി. ഈശ്വര, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അയ്യോ, എന്നെ താഴെ ഇറക്കണേ, ഞാനിപ്പോ ചാവാ. താനാരോ തന്നാരോ അല്ല, ഞാനൊരു ഏഞ്ചൽ, മാലാഖ. എന്റെ അമ്മച്ചി ഒരു രസം.